പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജൂൺ 26 വ്യാഴം. പ്രധാന വാർത്തകൾ. ഒമാൻ ഫുട്ബോൾ അസോസിയേഷൻ ചെയർമാനായി സയ്യിദ് സുലൈമാൻ ബിൻ ഹമൂദ് അൽ ബുസൈദിയെ തിരഞ്ഞെടുത്തു. 2025-29 കാലയളവിലേക്കുള്ള ഭരണസമിതിയുടെ തലപ്പത്തേക്കാണ് നിലവിലെ ബോർഡ് അംഗം കൂടിയായ സുലൈമാൻ അൽ ബുസൈദി എത്തുന്നത്. മസ്കത്തിൽ ബുധനാഴ്ച നടന്ന അസോസിയേഷന്റെ അസാധാരണമായ ജനറൽ അസംബ്ലി യോഗത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. 43-ൽ 30 വോട്ടും സ്വന്തമാക്കിയാണ് അദ്ദേഹം എത്തുന്നത്. എൻജിനീയർ ഖുതൈബ അൽ ഖൈലാനി ബോർഡ് വൈസ് ചെയർമാനായും തിരഞ്ഞെടുക്കപ്പെട്ടു. നിക്ഷേപ നിയമങ്ങൾ കർശനമാക്കിയത് സൗകര്യങ്ങൾ ചിലർ ചൂഷണം ചെയ്യുന്നതിലാണെന്ന് ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഖൈസ് ബിൻ മുഹമ്മദ് അൽ യൂസഫ്. ഷൂറ കൗൺസിലിന്റെ സെഷനിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. നിക്ഷേപ മാർഗങ്ങൾ വ്യക്തികൾ ചൂഷണം ചെയ്യുന്ന കേസുകൾ സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് നിർബന്ധിത സ്വദേശീവൽക്കരണവും പ്രൊജക്ട് നിർദ്ദിഷ്ട ലൈസൻസിംഗ് ആവശ്യകതകളും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പുനർപരിശോധിക്കാനും നടപ്പിലാക്കാനും പ്രേരിപ്പിച്ചതായും മന്ത്രി പറഞ്ഞു. നിക്ഷേപത്തിലേക്കുള്ള വാതിൽ തുറന്നപ്പോൾ ചില വ്യക്തികൾ ലഭ്യമായ സൗകര്യങ്ങൾ ചൂഷണം ചെയ്തു. അതിനാൽ അവ അവലോകനം ചെയ്യുകയും പുതിയ സംവിധാനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. വിദേശ നിക്ഷേപങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും ദേശീയ വികസന ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുത്തൽ ഉറപ്പാക്കുന്നതിനുമാണ് ഈ സംവിധാനങ്ങൾ ലക്ഷ്യമിടുന്നത്. പുതിയ ചട്ടങ്ങൾ പ്രകാരം ഓരോ വിദേശ നിക്ഷേപകനും വ്യക്തിഗത ലൈസൻസ് നേടുന്നുണ്ടെന്നും പദ്ധതിയുടെ സ്വഭാവത്തിനും വ്യാപ്തിക്കും അനുസൃതമായി മൂലധന ആവശ്യകതകൾ ഉണ്ടാക്കണമെന്നും മന്ത്രി പറഞ്ഞു. പുതിയ സംവിധാനത്തിന്റെ ഒരു പ്രധാന ഘടകം ഓരോ വാണിജ്യ രജിസ്ട്രേഷനും നിർബന്ധിത സ്വദേശീവൽക്കരണം ആണ്. വ്യാവസായിക വളർച്ച, നിക്ഷേപ ആകർഷണം, ഡിജിറ്റൽ പരിവർത്തനം എന്നിവയിൽ മന്ത്രാലയത്തിന്റെ നിലവിലുള്ള സംരംഭങ്ങളും സെഷൻ അവലോകനം ചെയ്തു. നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രവാസികൾക്കും തിരിച്ചെത്തിയ പ്രവാസികൾക്കുമായി ജൂലൈ 15 മുതൽ 17 വരെ സംഘടിപ്പിക്കുന്ന ത്രിദിന സൗജന്യ സംരംഭകത്വ പരിശീലനത്തിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. എറണാകുളം കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന വ്യവസായ വാണിജ്യ വകുപ്പിന്റെ കീഴിലുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്യാമ്പസിലാണ് പരിശീലനം. പേര് രജിസ്റ്റർ ചെയ്യുന്നതിനായി 0412770534 9185929567 എന്നീ നമ്പറുകളിലോ nbfc.coordinator@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ജൂലൈ 10-നകം ബന്ധപ്പെടേണ്ടതാണ്. സംരംഭങ്ങൾ ആരംഭിക്കാൻ നടപടികൾ സ്വീകരിച്ചവരെയും സംരംഭങ്ങൾ ആരംഭിച്ചവർക്കുമാണ് പ്രവേശനം ലഭിക്കുക. പ്രവാസികൾക്കായി എല്ലാ മാസവും 3-ാമത്തെ ആഴ്ചയിൽ ത്രിദിന സൗജന്യ സംരംഭകത്വ പരിശീലനത്തിന് അവസരമുണ്ട്. തലസ്ഥാന നഗരിയിൽ ഒഴിഞ്ഞുകിടക്കുന്ന അപ്പാർട്ട്മെന്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. കഴിഞ്ഞ വർഷം രാജ്യത്ത് 38,000 പാർപ്പിട യൂണിറ്റുകളാണ് പുതുതായി താമസത്തിന് സജ്ജമായത്. ഇതിൽ 15,500 അപ്പാർട്ട്മെന്റുകളും മസ്കത്തിലാണ്. ഇവയെല്ലാം ഓൺലൈനിൽ വിൽപ്പനയ്ക്ക് വരുമ്പോൾ പഴയ കെട്ടിടത്തിൽ നിന്ന് പുതിയതിലേക്ക് മാറാനാണ് പലരും ആഗ്രഹിക്കുന്നത്. കൂടുതൽ ആധുനിക പാർപ്പിടങ്ങളിലേക്ക് അവർ മാറുന്നു. ഇതിൽ പഴയ യൂണിറ്റുകൾ കാലിയാകുന്നു. നഗരത്തിലുടനീളം ഇപ്പോൾ വാടകയ്ക്ക് എന്ന ബോർഡുകളുടെ എണ്ണവും വർദ്ധിച്ചു. പുതിയതും പഴയതുമായ പാർപ്പിട യൂണിറ്റുകൾ വാടകയ്ക്ക് ലഭ്യമാക്കുമ്പോൾ അവ സ്വീകരിക്കാൻ വിപണി കൂടുതൽ സമയമെടുക്കും. മൊത്തം വാടകയ്ക്ക് പോകൽ നിരക്ക് ഉയർന്നു നിൽക്കുമ്പോഴും വാക്കൻസി നിരക്ക് വർദ്ധിക്കും. മൊത്തം പാർപ്പിട മേഖലയിലെയും ശരാശരി ഒക്കുപ്പൻസി നിരക്ക് 80% മുകളിലാണ്. പക്ഷേ അത് സ്ഥലങ്ങൾ, കെട്ടിടത്തിന്റെ കാലപ്പഴക്കം, വസ്തുക്കളുടെ തരം എന്നിവ തമ്മിലുള്ള വ്യത്യാസത്തെ പ്രതിഫലിപ്പിക്കുന്നില്ല. പുതിയ പാർപ്പിടങ്ങൾക്ക് ആവശ്യക്കാർ ഏറുമ്പോൾ ചില സ്ഥലങ്ങളിലെ പഴയ കെട്ടിടങ്ങൾ ആൾതാമസമില്ലാതെ കിടക്കും. ഈയൊരു അന്തരം കാരണം ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങൾ കൂടുതൽ ദൃശ്യമാക്കും. പൊതുവെ ആരോഗ്യകരമായ വിപണിയിലും ഇതാണ് സ്ഥിതി. അൽ അഷ്കറ ഫെസ്റ്റിവലിന്റെ 3-ാം എഡിഷന് തീരദേശമൊരുങ്ങി.
ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 9 വരെ നടക്കുന്ന പരിപാടിയിൽ സന്ദർശകർ കാത്തിരിക്കുന്നത് വേറിട്ട വിനോദങ്ങളാണ്. അജ്വൽ അഷ്കറ ഫോറം എന്ന് പേരിട്ടിരിക്കുന്ന ഫെസ്റ്റിവലിന്റെ മുന്നൊരുക്കങ്ങൾ ബന്ധപ്പെട്ടവരുടെ കാർമ്മികത്വത്തിൽ ചേർന്ന യോഗം വിലയിരുത്തി. ആഘോഷപൂർവ്വം ഫെസ്റ്റിവലിനെ വരവേൽക്കാൻ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തീകരിച്ചതായി യോഗം വിലയിരുത്തി. വേറിട്ട രൂപത്തിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ അരങ്ങേറുക. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സുഹാർ വ്യാവസായിക മേഖലയിൽ വൻ തീപിടുത്തം. കമ്പനി ഫാക്ടറിയിലാണ് കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായത്. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു. അഗ്നിശമന സേനയെത്തി ഇന്നലെ രാവിലെയോടെ തീ നിയന്ത്രണ വിധേയമാക്കി. ഫാക്ടറിയിൽ തീപിടുത്തമുണ്ടായതായി അതോറിറ്റിയുടെ ഓപ്പറേഷൻസ് സെന്ററിന് ചൊവ്വാഴ്ച രാത്രി വൈകിട്ടാണ് വിവരം ലഭിച്ചത്. തുടർന്ന് നോർത്ത് ബാത്തിന ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് വകുപ്പിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങൾ ഉടൻ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ ആരംഭിക്കുകയായിരുന്നു. തീപിടുത്തത്തിൽ ഫാക്ടറിയിലെ നിരവധി സാധനങ്ങൾ കത്തിനശിച്ചു. വലിയ നാശനഷ്ടം കണക്കാക്കുന്നു. തീപിടുത്തത്തെ തുടർന്ന് പ്രദേശത്താകെ പുക നിറഞ്ഞിരുന്നു. അപകട കാരണം വ്യക്തമല്ല. കഴിഞ്ഞ ആഴ്ചയിൽ സുഹാറിലെ തന്നെ മറ്റു കമ്പനി സ്റ്റോറുകളിലും തീപിടുത്തമുണ്ടായിരുന്നു. വലിയ നാശനഷ്ടങ്ങളാണ് സംഭവത്തിൽ രേഖപ്പെടുത്തിയത്. ചൂട് ഉയർന്നതോടെ നിരവധി തീപിടുത്തങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ഗവർണറേറ്റുകളിൽ രേഖപ്പെടുത്തിയത്. സലാലയിൽ മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണവുമായി സാമൂഹിക സുരക്ഷാ മന്ത്രാലയം. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ തോഫാർ ഗവർണറേറ്റിലെ സോഷ്യൽ ഡെവലപ്മെന്റ് ഡയറക്ടറേറ്റ് ജനറൽ സംഘടിപ്പിച്ച സെമിനാർ മയക്കുമരുന്ന് ദുരുപയോഗത്തെ ചെറുക്കുന്നതിനും അതിന്റെ അപകടങ്ങളെക്കുറിച്ച് കുടുംബങ്ങളെ ബോധവൽക്കരിക്കുന്നതിലും കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളെയും ബന്ധപ്പെട്ട അധികാരികളെയും ഒന്നിപ്പിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു. വിവിധ തരം മയക്കുമരുന്നുകളുടെ അപകടങ്ങളെയും ആസക്തിയുടെ അനന്തരഫലങ്ങളെയും കുറിച്ച് വിഷയം അവതരിപ്പിച്ചു. ദേശീയ സമിതിയുടെ നേട്ടങ്ങൾ, ചികിത്സാ സേവനങ്ങൾ, മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരായ പ്രതിരോധ നടപടികൾ എന്നിവയും വിശദീകരിച്ചു. തൈമാനിയത്ത് ദ്വീപിൽ ഒഴുക്കപ്പെട്ട 5 സന്ദർശകരെ രക്ഷപ്പെടുത്തിയതായി തെക്കൻ ബാത്തിന ഗവർണറേറ്റ് പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു. പരിസ്ഥിതി നിരീക്ഷണ യൂണിറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം വിജയകരമായി പൂർത്തിയാക്കിയത്. മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തിയെന്നും അവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും അധികൃതർ അറിയിച്ചു. റിസർവിൽ നിലയുറപ്പിച്ച പരിസ്ഥിതി നിരീക്ഷണ യൂണിറ്റിലെ അംഗങ്ങൾ അപകടം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഇടപെടുകയും ഇവരെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു. സന്ദർശകരെ ജബൽ അൽ കബീർ ദ്വീപിന്റെ തീരത്തേക്ക് കൊണ്ടുപോവുകയും ഇവിടെ നിന്ന് കരയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. നീന്തൽ, ഡൈവിംഗ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സന്ദർശകരെ സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്ന് ടൂറിസം കമ്പനികളോട് പരിസ്ഥിതി അതോറിറ്റി ആവശ്യപ്പെട്ടു. സലാല അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ഒമാനിലേക്ക് കടത്താൻ ശ്രമിച്ച 15.5 കിലോഗ്രാം മരിച്വാന ഒമാൻ കസ്റ്റംസ് വിഭാഗം പിടിച്ചെടുത്തു. വാട്ടർ ഹീറ്ററുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന് കണ്ടെടുത്തത്. കസ്റ്റംസ് പരിശോധനയിൽ ഇവ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ 2 ഇന്ത്യക്കാർ അറസ്റ്റിലായതായും അധികൃതർ അറിയിച്ചു. ഖത്തർ അമീർ ഷൈഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ സ്ഥാനാരോഹണ വാർഷികത്തോടനുബന്ധിച്ച് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അഭിനന്ദനങ്ങൾ നേർന്നു. ഖത്തർ ജനതയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഷൈഖ് തമീമിന് വിജയം ആശംസിക്കുന്നതായി സുൽത്താൻ പറഞ്ഞു. ഒമാനും ഖത്തറും തമ്മിലുള്ള സഹകരണവും പങ്കാളിത്തവും വിവിധ തലങ്ങളിൽ കൂടുതൽ പുരോഗതിക്കും വികാസവും ഉണ്ടാവട്ടെയെന്നും ഇത് സംയുക്ത അഭിലാഷങ്ങൾ നിറവേറ്റാനും ഇരുവിഭാഗങ്ങളുടെയും ഭാവി ദർശനങ്ങൾ സാക്ഷാത്കരിക്കുകയും ചെയ്യട്ടെയെന്നും സുൽത്താൻ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഒമാനിൽ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ഇന്നും തുടരുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. വൈകുന്നേരം വരെ കാറ്റ് തുടരും. മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലും പൊടിയും മണലും ഉയരാൻ കാറ്റ് കാരണമാകുമെന്നും അതിന്റെ ഫലമായി ദൂരക്കാഴ്ച കുറയുമെന്നും കാലാവസ്ഥാ അധികൃതർ അറിയിച്ചു. മുസന്തം ഗവർണറേറ്റിന്റെ തീരങ്ങളിൽ കടൽ തിരമാലകൾ 2 മീറ്റർ വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.